ഹലോ ചങ്ങായിമാരെ, ഇന്നത്തെ കാളിന്തി ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ നാട്ടിലെ ഒരു കർഷകനെ പരിചയപ്പെടുത്താം. തൊട്ടപ്പുറത്തേക്ക് വയലിലേക്ക് ഞാൻ പറഞ്ഞ സ്ഥലം നല്ല മനോഹരമായ സ്ഥലം. ഈ സ്ഥലത്താണ് കമ്പളനാട്ടി ഉത്സവം നടത്തിയത് കേട്ടോ. അപ്പോൾ ഈ ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ജോൺസൺ മാഷ് എന്ന് പറഞ്ഞൊരു കർഷകനാണ് ഈ പാടം ഫുള്ള് കൃഷി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മാഷ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക്. പ്പെട്ട കൃഷിയാണ് ഇത്. ജൈവ രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഏകദേശം 79ഓളം വെറൈറ്റി നെൽവിത്തുകൾ, നാടൻ നെൽവിത്തുകൾ പരമ്പരാഗത രീതിയിൽ ചെയ്യുന്നുണ്ട്. എല്ലാം നാടൻ നെൽവിത്തുകളാണ്. ഇതിനെ സംരക്ഷിക്കുക, ബാക്കിയുള്ളവർക്ക് അത് വിതരണം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ട്, സൗഹൃദ JLG എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. ഞങ്ങൾക്കൊരു കമ്പനിയുണ്ട്, തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനി എന്നുള്ള ഒരു കമ്പനിയുണ്ട്. അപ്പോൾ ഇവിടെ നാടൻ നെൽവിത്തുകൾ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് മെയിനായിട്ട് ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെ ഈ അരിയൊക്കെ നമ്മൾ അതിൻ്റെ ഉമിയോടുകൂടിയാണ് സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഈ 79 വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 79ാമത്തെ വർഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം. അപ്പോൾ ഓരോ വർഷം നമ്മൾ ഓരോ പാഡി ആർട്ടാണ് ചെയ്യുന്നത്. ഈ 79 വെറൈറ്റി എന്ന് പറയുമ്പോൾ 79 വ്യത്യസ്തമായ കളറും അതിൻ്റെ ഗുണങ്ങളൊക്കെ വേറെ വേറെ തന്നെയാണ്. അപ്പോൾ ഇനിയും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പല സമയത്ത് വിളയുന്നതുമുണ്ട്. ചിലതിന് മൂപ്പ് കുറവാണ്, ചിലതിന് ഔഷധ ഗുണമുണ്ട്. ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ്. അപ്പോൾ ഈ വർഷം ഇപ്പോൾ ഇത് വിത്ത് വിതച്ചിട്ടുള്ളൂ. വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കും. ഇനി ഇത് 25 ദിവസം, ഇപ്പോൾ 25 ദിവസം ഏകദേശം കഴിഞ്ഞു. 25 ദിവസം കഴിയുമ്പോൾ നമ്മൾ പറിച്ച് വേറെ കണ്ടത്തിലേക്ക് നടുന്നത്. അപ്പോൾ വേറൊരു ആർട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിപ്പോ ഇത് 11ാമത്തെ വർഷം ഞാൻ പാഡി ആർട്ട് ചെയ്യുന്നത്. 18 വർഷത്തോളം ജൈവ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഓരോ വർഷവും ഇങ്ങനെ ഓരോ ആർട്ട് ചെയ്യുമ്പോൾ ജനങ്ങളിലേക്ക് ഈ പഴയ വിത്തുകളുടെ ഓർമ്മകളൊക്കെ പുതുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ വിത്തുകളൊക്കെ എവിടുന്നാണ് അങ്ങനെ ശേഖരിക്കുന്നത്? കാര്യങ്ങൾ എങ്ങനെയാണ്? പെട്ടെന്ന് ഇത് കുറച്ച് നാളത്തെ പരിശ്രമമാണ്. പല ദിക്കുകളിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പല ദിക്കുകളിലേക്കും ഇത് കൊടുക്കുന്നുമുണ്ട്. ഇത് ആന്ധ്രയിൽ നിന്നുള്ളതുണ്ട്, തായ്ലൻഡിൽ നിന്നുണ്ട്. അപ്പോൾ പല ഇടങ്ങളിൽ നിന്ന് ഇതെല്ലാം കളക്ട് ചെയ്യുന്നു. പല കർഷകരും ഇതുപോലെ തന്നെ സംരക്ഷിക്കുന്നവരുണ്ട്. അവരിൽ നിന്ന് എനിക്ക് കഴിയുന്നത്ര മാത്രമേ ഞാൻ കളക്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് നമ്മൾ ഇതെല്ലാം മാനേജ് ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല. അപ്പോൾ എനിക്ക് കയ്യിൽ ഒതുങ്ങുന്ന നമ്പർ മാത്രമേ ഞാൻ മാനേജ് ചെയ്യുന്നു. Okay, okay, thank you.